ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, വ്യക്തിബന്ധങ്ങളുടെ പേരിൽ പല രീതിയിലും പടവെട്ടിയിട്ടും പല കാര്യങ്ങൾ പോരാടിയിട്ടും മനസ്സുകൊണ്ടും ശാരീരികമായിട്ടും ഏതൊക്കെ രീതിയിൽ പോരാടിയിട്ടും ജയം നിങ്ങളുടെ അടുത്തോട്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് എപ്പോഴാണ് ജയിക്കാൻ പറ്റുക, ഞാൻ എല്ലാ രീതിയിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ആർക്കും വിശ്വാസവഞ്ചന ചെയ്തിട്ടില്ല, ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും എൻ്റെ അടുത്തോട്ട് എപ്പോഴാണ് ജയം വരുന്നത്? എന്നെ ദ്രോഹിച്ച വ്യക്തികൾക്ക് എൻ്റെ മുമ്പിൽ തന്നെ കർമ്മ കിട്ടുമോ? അവരെന്നോട് വന്ന് മാപ്പ് പറയുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ മുന്നിൽ നിങ്ങൾ നിസ്സഹായരായിട്ട് നിന്നിട്ടുണ്ട്. അത് പുറത്തുനിന്നുള്ള വ്യക്തികളുടെ മുമ്പിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയാവുന്ന വ്യക്തികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ മുമ്പിലായിരിക്കാം. പല രീതിയിലും നിസ്സഹായരായിട്ട്, അതായത് നിങ്ങളൊന്നുമല്ല എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ആളുകളാക്കി തീർത്തിട്ടുണ്ട്. കണ്ണുനീരാണോ നിങ്ങൾക്ക് വരുന്നത്, അല്ല ഇനിയിപ്പോൾ കണ്ണീന്ന് രക്തം കിനിയുവാണോ എന്നുള്ള രീതിയിൽ വരെ നിങ്ങളുടെ ചങ്ക് പിടച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാതിരിക്കുക. എല്ലാവർക്കും ഒരു സമയമുണ്ട്, എല്ലാവരുടെയും കാര്യങ്ങൾ മാറും. അല്ലാതെ നമ്മൾ ഒരു വിഷമത്തിൻ്റെ അങ്ങേയറ്റമൊക്കെ പോയി നമ്മൾ ഡിപ്രഷനിലോട്ടൊന്നും ദയവായി പോവാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് സ്നേഹിക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷെ സ്നേഹിക്കുന്ന നിങ്ങൾ 100% അല്ല, 1000% നിങ്ങൾ സ്നേഹിക്കും. പക്ഷെ സ്നേഹിക്കപ്പെടുകയും വേണം. നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിനെ നിങ്ങളുടെ അതേ സ്വഭാവമായിട്ടോ അതേ വൈബുമായിട്ടോ മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, അവര് എന്നെയും അതുപോലെയാണ് കാണുന്നത്, അവര് എന്നെയും ഞാൻ കാണുന്ന എല്ലാ രീതിയിലും തന്നെ എന്നെയും കാണുന്നുണ്ട്. എക്സ്പെക്റ്റേഷൻസ് ലീഡ്സ് ടു സഫറിങ്. അപ്പം നമ്മൾ അങ്ങനെയല്ല. ഇത് 2025 പല കാര്യങ്ങൾക്കും പല രീതിയിൽ പല വിധത്തിലും വ്യത്യാസമുണ്ട്. ടെക്നോളജി പരമായിട്ടാണെങ്കിലും ആളുകളുടെ ചിന്താപരമായിട്ടാണെങ്കിലും പല കാര്യങ്ങൾക്കും. കാരണം ഇന്ന് പണ്ടത്തെക്കാളും കൂടുതൽ ഇന്ന് ചീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം സോഷ്യൽ മീഡിയയുടെ അവൈലബിലിറ്റി കൂടുതലാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, പക്ഷേ പല ചീത്ത കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പോൾ അവൈലബിലിറ്റി കൂടിയതാണ്. അതുകൊണ്ട് ഒരുപാട് ചീറ്റിങ് നിങ്ങൾ ഏറ്റുമേടിച്ചിട്ടുണ്ട്. അത് എക്സ്പെക്റ്റേഷൻസിൽ കൂടിയും, അതായത് ആ വ്യക്തി അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ ഇവരങ്ങനെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് മനസ്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല
ഈ ചരിത്രം തിരുത്തി കുറിച്ചു എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്തി കുറിച്ച് പല കാര്യങ്ങളും എഴുതി കടന്നുപോയ ആളുകളും നിങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഞാൻ നോക്കിയിട്ട് നിങ്ങൾ സൗന്ദര്യമുള്ളവരാണ്, പല വിധത്തിലുള്ള കഴിവുകളുള്ളവരാണ്, പല വിധത്തിൽ പല കാര്യങ്ങളും ലീഡർഷിപ്പ് പോലെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. ഒരു ഫാമിലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് തക്കവണ്ണം കഴിവുള്ള വ്യക്തികളാണ്. ഒരു ജോലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനും തക്ക കഴിവുള്ള വ്യക്തികളാണ്. പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണ്. മക്കളെ നോക്കാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പാരൻസിനെ നോക്കാൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഒരു 5 പേര് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അത് ഒറ്റക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങളത് ചില ആളുകൾ ചെയ്യുന്നുമുണ്ട്. എന്നിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ചീറ്റിങ് ഏറ്റുവാങ്ങിച്ചു, അങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരേ സമയം നല്ല രീതിയിൽ സ്നേഹിക്കുവാനും അറിയാം, അതേസമയം 10 മടങ്ങ് ദേഷ്യം വരുത്താനും അറിയാം. കാരണം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, കൊണ്ടുപോയേ പറ്റൂ. അപ്പം അതിൻ്റെ പേരിൽ ഒരു സ്ട്രഗിൾ ഇപ്പം നേരിടുകയാണ്. ലൈഫ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഓട്ടപ്പാച്ചിലാണ്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ശരീരം കൊണ്ട്. നമ്മൾ ശരീരത്തിനും മനസ്സിനും താങ്ങാൻ പറ്റുന്ന മാത്രം ടെൻഷൻ അടിക്കുക കേട്ടോ. ഇത് ശരീരവും മനസ്സും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ചില ആളുകൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന പല ആളുകളും തലവേദന, അതല്ലാന്നുണ്ടെങ്കിൽ തലകറക്കം, ശാരീരികപരമായിട്ടുള്ള വയ്യായികകൾ, അതായത് പ്രായത്തിനേക്കാളും കവിഞ്ഞ ക്ഷീണം, പ്രായത്തിൻ്റെ അതിക്രമിച്ചുള്ള ക്ഷീണം, ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അത് ഈ മെൻ്റലി ഉള്ള ടെൻഷൻ കൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ. എപ്പോഴും എനിക്കൊന്ന് കിടക്കണം, കിടന്നു കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റേ പറ്റുള്ളൂ. പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞാലും പിന്നെയും പഴയ പോലെയുള്ള ഒരു ഊർജം ഇല്ല, പഴയ പോലെ എനർജറ്റിക് ആകാൻ പറ്റുന്നില്ല. അതൊക്കെ വിട്ടുകളയാം. എല്ലാവർക്കും ഒരു സമയമുണ്ട്, ആ സമയത്തിലോട്ട് എല്ലാവരും വരും. നമ്മൾ ഓരോ നിമിഷവും ഉരുകി അങ്ങനെ തീരാതിരിക്കുക. നമ്മൾ അതിൽ അങ്ങനെ തീർന്നുകൊണ്ട് യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക, നമ്മൾ എഴുന്നേൽക്കുക. അല്ലാതെ നമ്മൾ ഒരുപാട് ടെൻഷനിലോട്ട് പോയിട്ടോ ഒരുപാട് കാര്യങ്ങളിലോട്ട് പോയി ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലോട്ടും, അത് പിന്നെ എന്താ പറയുക, ജോലി, അങ്ങനെയുള്ള കാര്യം, കുടുംബം, കുട്ടികൾ, അവരുടെ അടുത്തോട്ടും ആ ടെൻഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ജീവിക്കുന്ന, നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന പല ആളുകൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും കുറച്ച് പേരൊക്കെ സ്പിരിച്വൽ ജേണിയിലോട്ട് കടന്നിട്ടുണ്ട്, സ്പിരിച്വൽ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക. പിന്നെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നമ്മൾ ഒരിക്കലും ചീറ്റ് ചെയ്ത, വഞ്ചിച്ചു പോയ ആളുകൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ചിരിച്ചത് വേറൊന്നുമല്ല, ഇവിടെ മാനിഫെസ്റ്റേഷന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് വന്നപ്പോൾ ചിരിച്ചതാണ്. ഓക്കെ, അതിന്റെ എനർജി നമ്മൾക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ, ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ടാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ ശരീരം കൊണ്ടാണെങ്കിൽ ശരീരം കൊണ്ട് നിങ്ങൾ ഈ ലോകം മുഴുവനും ഒരുപാട് കറങ്ങിയിട്ട് വരും. ചിലപ്പോൾ 100 പേരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്ത മുഴുവനും വേറെ സ്ഥലങ്ങളിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളുണ്ട്, പക്ഷെ ചിന്തയും മനസ്സും കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ
ആബ്സെന്റ് ആണ്. കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അറിയാതെ തന്നെ ലോകം മുഴുവനും കറങ്ങിയിട്ട് വരും. പിന്നെയാണ് ഈ ലോകം മുഴുവൻ കറങ്ങിയിട്ട് നിങ്ങളുടെ മനസ്സ് വരുമ്പോഴാണ് നിങ്ങൾ തന്നെ അറിയുന്നത്, ശരിയാണല്ലോ, ഞാൻ ഇവിടെയൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഇവിടെ ഇരിപ്പ് മാത്രമേ ഉള്ളല്ലോ, എൻ്റെ മനസ്സ് ഇവിടെ ഇല്ലായിരുന്നല്ല എന്ന് ആലോചിക്കുന്നത്. എന്നിട്ട് സ്വന്തമായിട്ട് സ്റ്റക്നെസ് അവിടെ ഉണ്ടാക്കും. പിന്നെ ഒന്നിനും ഇങ്ങനെ കഴിയാത്ത ഒരു എനർജി. നാളെ നോക്കാം, മറ്റന്നാൾ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച, 2 ആഴ്ച, അടുത്ത മാസം. നിങ്ങളൊരു ഡിസിഷൻ പല കാര്യങ്ങളിലും എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുക. കാരണം ഒരു ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ആൻസറും കിട്ടിയിട്ടില്ല. ചില ആളുകൾക്ക് ചില ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ട്, അതാണ് ആൻസർ എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്നുമുണ്ട്. ചില ആളുകൾക്ക് ആൻസർ കിട്ടിയെങ്കിലും അതെങ്ങനെ ഫലവത്താക്കണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളും ഉണ്ട്. കാരണം എനിക്ക് പഴയതൊക്കെ മറന്ന് എനിക്ക് പുതിയൊരു ജീവിതം, പുതിയ പരിപാടികൾ, കാര്യങ്ങളൊക്കെ എനിക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ആരോടും പറയാൻ പറ്റാതെ നീറി ജീവിക്കുന്നവരും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളിലോട്ട് വരുന്ന പരിപാടികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, opportunity and change, clear, cancel and release, intuition and downloads, inner child healing, romance and connection. അതായത് നിങ്ങൾ പല കാര്യങ്ങളും പല രീതിയിലും പല വിധത്തിലും ക്ലിയർ, ക്യാൻസൽ ആൻഡ് റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. ബ്ലെസ്സിങ് ആൻഡ് അബണ്ടൻസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച്. അതായത് നമ്മൾ പല കാര്യങ്ങളും എനർജി ക്ലിയർ ചെയ്യുക, പല കാര്യങ്ങളും ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഇത് റിലേഷൻഷിപ്പായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്ന് തോന്നുന്നു ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് റിലേറ്റഡ്, ഹസ്ബൻഡ് ആയിരിക്കാം, ലവറിൻ്റെ കാര്യങ്ങളായിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ആളുകളാണെന്ന് തോന്നുന്നു ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രപഞ്ചം തരാം. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടല്ലേ 100 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തുള്ളൂ. അല്ലാതെ 1 എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതിയിട്ട് 100-ലോട്ട് പെട്ടെന്ന് ചാടാൻ പറ്റില്ലല്ലോ. അതിന് കുറച്ച് കാര്യങ്ങൾ കഴിയണ്ടേ. അപ്പം നിങ്ങൾ കുറച്ച് പരിപാടികൾ മാറ്റാനുണ്ട്. അത് കഴിയുമ്പോഴാണ് ഈ പല പരിപാടികളും ഉണ്ടാവുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ മുൻകൈ എടുത്ത് താൻ പാതി ദൈവം പാതി എന്നുള്ള രീതിയിൽ നിങ്ങൾ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പല കാര്യങ്ങളും ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ പ്രപഞ്ചം കൂടെ നിന്ന് പല കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു തരാം. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ഒരു ട്രോമ എന്നുള്ള രീതിയിൽ മനസ്സിന് ഒരു മുറിവേറ്റ പോലെ മായാതെ കിടക്കുന്നുണ്ടാകാം. അതൊന്ന് ഹീൽഡ് ആക്കുക. പിന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ചില ആളുകൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി വരെ വലിച്ചു വെക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റുക. റൊമാൻസ് ആൻഡ് കണക്ഷൻ, പ്രേമലു, പ്രണയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ധനാഗമം, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളായിട്ട് മുൻനിർത്തി നിങ്ങളായിട്ട് മുന്നിട്ട് നിൽക്കേണ്ട പല പരിപാടികളിലും നിങ്ങൾ തന്നെ മുന്നിട്ട് നിൽക്കുക. ഓക്കെ, അത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്യാം.
ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.